നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓൺട്രപ്രണേഴ്സിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുകയാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സ്പേർട്ട് അഡ്വൈസാണ് എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങൾക്കായി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിനെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഈ ആഴ്ചയും അതുപോലെ തന്നെ വളരെ വിലയേറിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് വളരെ പ്രയോജനകരമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളുടെ കൂടെ ഇന്ന് നമുക്ക് എക്സ്പേർട്ട് അഡ്വൈസ് തരാൻ വേണ്ടി നമ്മളുടെ കൂടെയുള്ളത് CA തങ്കച്ചൻ M. ജോയ് സാറാണ്. സ്വാഗതം സർ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഈ പറയുന്നത് പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമാണ് എന്ന് തോന്നുന്നു അല്ലേ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർക്കും സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നതും ചെയ്ത് കഴിഞ്ഞവർക്കും നല്ലത് തന്നെയാണ്. അവർക്ക് എനർജി എങ്ങനെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കൺസർവ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഓൺട്രപ്രണേഴ്സിനാണെങ്കിലും ഒപ്പം തന്നെ പുതുതായി ബിസിനസ് ആരംഭിക്കാനിരിക്കുന്ന ആളുകൾക്കും അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അഡ്വൈസസ് ആണ് ഇന്ന് നമ്മൾ തരുന്നത്. റൈറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 5 കാര്യങ്ങളാണ്. ബിസിനസ്സിൻ്റെ എനർജി എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. ഇപ്പം വളരെ വേഗത്തിൽ ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഭാരം വഹിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാലും നല്ല മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തോന്നും. ഇപ്പം ശരിയായ സമയത്ത് വെള്ളം കുടിക്കാതെ ഇരുന്നെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എനർജി മാനേജ്മെൻറ്റാണ് നമ്മുടെ എത്താൻ സഹായിക്കുന്നത്. വഴിമറ്റേ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എനർജി മാനേജ്മെൻറ്റ് നമ്മൾ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ബിസിനസ് ഉടമയും പണം കൊണ്ടും സ്ട്രാറ്റജി കൊണ്ടും മാത്രമല്ല, എനർജി സംരക്ഷിക്കുന്നതിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ഒന്നൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ എനർജി എന്ന് പറയുമ്പോൾ അതൊരു കുറെ കൂടിയും ക്രിയേറ്റീവ് ആയിട്ട് സാർ പറഞ്ഞൊരു ടേമാണ് എനർജി. ഫിസിക്കൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യണ്ട, ഇതൊരു ബിസിനസിന്റെ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യണം. അതന്നെയാണ് ഞാനും ചോദിക്കാൻ വന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ എനർജി എന്നുള്ളത് കൊണ്ട് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ടേമിലേക്ക് വരുമ്പോൾ ആ ടെർമിനോളജി എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എനർജി എന്നുള്ള വിവരം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓവർ സ്പെൻഡിങ് ചെയ്യാതെ, ലക്ഷറിയിൽ ഓവർ സ്പെൻഡിങ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. എനർജി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അതായത് പ്രൊപ്പോർഷണേറ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് ദുബായിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദുബായിലെ ഒരു റീറ്റെയിലർ ഉയർന്ന നിലവാരമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വില കൂടിയ ഡിസ്പ്ലേ കൗണ്ടറുകളും അലങ്കാര വസ്തുക്കളൊക്കെ കൊണ്ട് ഓഫീസ് നിറച്ചു. പക്ഷേ എന്നാൽ ശരിക്കുള്ള ഉപഭോക്താക്കൾക്ക് അത് ആവശ്യം വന്നത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും വിലക്കുറവും അല്ലെങ്കിലും അതുപോലുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് വേണ്ടി. അവർക്ക് ഈ ലക്ഷറിയിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അയാൾ പ്രൊപ്പോർഷനേറ്റ് അല്ലാതെ ബിസിനസ്സിനെ എന്ത് ചെയ്തു, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെ ഒരു എനർജി ലോസോ അല്ലെങ്കിൽ അയാളുടെ സമയം, പണം എല്ലാം അവിടെ നഷ്ടമായി. അപ്പോൾ അത് ഇതൊരു ബിസിനസ്സിനെ നമ്മൾക്ക് മുന്നോട്ട് നയിക്കാൻ സഹായിക്കില്ല. അപ്പോൾ റീറ്റെയിലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ക്യാഷ് ഫ്ലോ ഒക്കെ പ്രോപ്പറായിട്ട് ആക്കുമ്പോഴാണ് അയാൾക്കൊരു നല്ലൊരു ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാർജയിലൊരു കഫ അത് ആകർഷമാക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു, വലിയ വിലയൊക്കെ കൊടുത്തിട്ട്. ഓക്കെ, അത് കുറച്ചാളൊക്കെ ആൾക്കാരൊക്കെ വന്നു കണ്ടു. പക്ഷേ സസ്റ്റൈനബിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സാധാരണ ആൾക്കാർക്ക് ആവശ്യം എന്താണ്? നല്ല കാപ്പി കുടിക്കണം, ഭക്ഷണം കഴിക്കണം, വെറൈറ്റി വേണം. അതിനൊന്നും റോബോട്ടിനെ സഹായിക്കാൻ പറ്റിയില്ല, അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് വഴിമാറിപ്പോയി. അപ്പോൾ അത് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റാൻ ആ റോബോട്ടിന് കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു ബിസിനസ്സിന് ഭാരമായി മാറിയത്. അപ്പോൾ ചെറിയൊരു കരാറുകാരൻ, അയാൾ അവരുടെ സെയിൽസിൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ ലക്ഷറി SUV ഒക്കെ മേടിച്ചു കൊടുത്തു, നിങ്ങൾ സെയിൽസ് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്ത് ഇതിനു വേണ്ടി പണം ചിലവാക്കി. പക്ഷേ അയാളുടെ ഈ ഇലക്ട്രിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള എക്യുപ്മെൻസിനൊന്നും പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാതെ അവിടെ അവരുടെ ശരിക്കുള്ള ബിസിനസ്സിനെ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഒരാവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കൂടുതൽ അയാളുടെ എനർജി ഉപയോഗിച്ചു, അയാളുടെ സമയവും പണവും ഉപയോഗിച്ചു എന്ന് വേണം പറയാം. അപ്പോൾ അയാൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ ഫണ്ട് ചോർന്നു പോകും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അപകടത്തിലായി നമ്മളെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മേൽക്കൂര ചോർന്നു പോകുന്നൊരു സ്ഥലത്ത് ഈ ഷാൻഡിലിയേഴ്സൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെനക്കെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ
ഇങ്ങനെ അൺനെസറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് ഇടുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് അയാൾക്ക് അറിയാൻ പറ്റണം അയാളുടെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, ക്ലയൻസിന് എന്താണ് വേണ്ടത് എന്നുള്ളത് എന്നിട്ട് പ്രൊപ്പോർഷനേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളുടെ ബിസിനസ്സിന് എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പേർപ്പസ് അതിൽ നമ്മൾ മാറിപ്പോകും അല്ലേ? അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെ, അയലക്കത്തെ ഒരാൾ അങ്ങനെ ചെയ്തെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ഇതും UAE നടക്കുന്ന ഒരു വലിയൊരു സാധനമാണ്. ഇപ്പൊ അയലക്കത്ത് അല്ലെങ്കിൽ ആ കച്ചവടക്കാരൻ അങ്ങനെ ചെയ്ത കാരണം ഞാനും അതുപോലെ ഒരു സംഭവം ആക്കണം എന്നുള്ള. പക്ഷെ ഓക്കെ, 1-2 ദിവസമൊക്കെ സുഖം ഉണ്ടായിരിക്കും കേൾക്കാനും കാണാനും ഒക്കെ, പക്ഷെ അത് മുന്നോട്ട് പോവില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് കൊടുക്കാൻ പറ്റുന്നിടത്താണ് ഒരു ബിസിനസ് വിജയിക്കുക എന്ന് തോന്നുന്നു. ഇപ്പൊ ഇതുപോലുള്ള ലക്ഷറിയൊക്കെ ഒരു ഡെസേർട്ടായിട്ട് കരുതാം, പക്ഷെ അതൊരു മെയിൻ ഫുഡ് അല്ല. അപ്പോൾ അത് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ ഓൺട്രപ്രനർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഫാഷൻ ഈസ് ടെമ്പററി അല്ലെങ്കിൽ വാല്യൂ ഈസ് പെർമനൻ്റ് എന്നുള്ള ഒരു സംഭവമാണത്. ഇപ്പം ഇവിടെ പ്രഷർക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് രാത്രിയിൽ ആലോചിക്കുക, ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, അത് എൻ്റെ എനർജി ചോർന്ന് പോകുന്നുണ്ടോ എന്ന് ആലോചിക്കാം. അല്ല, ആളുകൾക്ക് അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. കാരണം ഇപ്പം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഷോപ്പ്, നേരത്തെ ഒരു കഫേയുടെ ഒരു എക്സാമ്പിൾ സാർ പറഞ്ഞ പോലെ, അപ്പം നമുക്കൊരു ഷോപ്പ് നമ്മൾ ഇടുമ്പോൾ നമ്മളിത് ആളുകളെ എങ്ങനെ ഇത് അട്രാക്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള അട്രാക്ഷനിൽ കൂടെ ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആൾക്കാർ വരും. പക്ഷെ അത് സസ്റ്റൈനബിളായിട്ട് വരണമെങ്കിൽ അവിടെ വേണ്ടത് ഫുഡും അവരുടെ മാനേജ്മെന്റും അല്ലെങ്കിൽ അവരുടെ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇതും കൂടെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ഭാഗം മാത്രം വളരരുത്. രണ്ടും ബാലൻസ് ആയിരിക്കണം. പ്ലസ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ക്ലയൻസിനെ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ സെർവ് ചെയ്യേണ്ടത് എന്നുള്ളതിലും ആ ഒരു നിലവാരം കീപ്പ് ചെയ്യാന്നുള്ളതാണ്. പ്രൊപ്പോർഷനേറ്റ് ആകാന്നുള്ള, ആനുപാതികമാകുക. ആനുപാതികമാകുക, മലയാളത്തിൽ പറഞ്ഞാൽ ആനുപാതികമാകുക. അതെ. ഇപ്പം പിന്നെ അടുത്തൊരു എനർജി നഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇപ്പം ചെറിയ ചോർച്ചകളെ അവഗണിക്കുന്നത്. ഇപ്പം ആൾ നോക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളായി മാറുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അബുദാബിയിലൊരു കൺസ്ട്രക്ഷൻ കമ്പനി, അപ്പോൾ ഉൽപ്പാദനക്ഷമയൊന്നും നോക്കാതെ തന്നെ അയാൾ ഇങ്ങനെ ഓവർ ടൈം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. വർഷാവസാനമായപ്പം 1 മില്യൺ കൂടുതൽ ഓവർ ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ലാഭമോ അല്ലെങ്കിൽ അതിനുള്ള മറ്റു കാര്യങ്ങളൊന്നും കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഓവർ ടൈം എന്തിനു എങ്ങനെ ചിലവാക്കി എന്നയാൾ നോക്കിയിട്ടില്ല. ഓവർ ടൈം അയാളെ സംബന്ധിച്ച് ചെറിയ കാര്യമായിരുന്നു, പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് നോക്കിയപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. ഇപ്പോൾ ഒരു ഗോഡൗൺ കമ്പനിയുള്ള ഒരു കമ്പനി നമുക്ക് സുഹൃത്തിനുണ്ട്. അപ്പോൾ അവർ അവർക്ക് ഗോഡൗൺ ലീസിനെടുക്കണം. അവരിങ്ങനെ ലീസിനെടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു 5 കൊല്ലം തന്നെ ഉള്ള റേറ്റിൽ തന്നെ അവർ പറഞ്ഞ റേറ്റിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്തു. അയാൾക്ക് റിനെഗോഷിയേറ്റ് ചെയ്യാൻ കൂടുതൽ അടുത്തുള്ള കമ്പനികൾക്കൊക്കെ ഒരു 15% 20% ഡിസ്കൗണ്ടിലേക്ക് കിട്ടി. പക്ഷെ ഇയാൾക്ക് നഷ്ടമായി. ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിൽ കൂടി അതൊരു വലിയൊരു ഇമ്പാക്റ്റിലേക്ക് അത് പോകും. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉള്ളത്. അജ്മാനിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, അത് മളിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. അത് അവർ കസ്റ്റമർ ഒത്തിരി പൈസ തരാറുണ്ട്, അതിലൊന്നും അയാൾ ഫോക്കസ് ചെയ്യാതെ അയാൾ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അയാൾക്ക് കസ്റ്റമറെ ഒന്ന് ശരിക്കും ഫോളോ അപ്പ് ചെയ്തായിരുന്നെങ്കിൽ പൈസ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാത്ത കാരണം എന്ത് പറ്റി, അത് അവസാനം ബാഡൻസ് ആയി, ആ പൈസയും കിട്ടിയില്ല, ഈ ഇൻട്രസ്റ്റ് പോവുകയും ചെയ്തു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അയാൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലേ, അതെ, എവിടെ അറ്റൻഷൻ എവിടെ പോകണം എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ, സ്പെൻഡിനനുസരിച്ച് ആനുപാതികമായിട്ട് റിസൾട്ടും കൂടെ വരുന്നുണ്ടോ എന്നുള്ളത് ഫോക്കസ്ഡ് ആണ്. ഇപ്പം മരുഭൂമിയിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ഒരു പാത്രത്തിൽ വെള്ളമുണ്ടെന്ന് കരുതുക. ആ പാത്രത്തിൽ ചെറിയ തുളയുണ്ടെങ്കിൽ അയാൾക്ക് ആ ജേണി അവസാനിപ്പിക്കാൻ പറ്റില്ല, പകുതി വെച്ച് നിന്ന് പോകും. കാരണം ആ ചെറിയ തുള മതി അയാളുടെ വെള്ളം മുഴുവൻ ചോർന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത, വേറെ ആൾ നോക്കുമ്പോൾ കാണുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഈ രാത്രി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ചെറുതായി തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിലെവിടെയൊക്കെ നമ്മുടെ സമയം ചിലവഴിക്കണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇപ്പം ചെറിയൊരു തുള മതി ഒരു വലിയ ഷിപ്പിനെ മുക്കിക്കളയാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഇനി
ഇപ്പോൾ വേറെ കാര്യം, നമ്മൾ ഉപയോഗിക്കാത്ത പല സബ്സ്ക്രിപ്ഷൻസ് വേണം. ഇപ്പം മൊബൈലാണെങ്കിലും കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നില്ലായിരിക്കാം, അതിൽ വളരെ റിഡണ്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കാം. അതൊക്കെ എവിടെയാണെന്ന് നോക്കാം. അത് ഉപയോഗിക്കുന്നില്ലാത്ത വേണ്ട അതിൻ്റെ കുറയ്ക്കാൻ പറ്റും, ഉപയോഗിക്കേണ്ടതിലേക്ക് വേണ്ടി എന്നെ ശ്രദ്ധ ചെലുത്താൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളാണ്. അനാവശ്യമായി പണം പോകുന്ന വഴികൾ നമ്മൾ കണ്ടുപിടിക്കാൻ, പണം മാത്രമല്ല, നമ്മുടെ എനർജി വേണേൽ പറയാം. ഇപ്പോൾ ഒരു എന്താണ്, ഓഫീസിൽ കുറേ ജോലിക്കാരുണ്ട്, അവർക്കൊന്നും പ്രോപ്പറായിട്ട് ജോലിയില്ല. എല്ലാവരും വരുന്നു പോകുന്നു, പ്രോപ്പറായിട്ട് ജോലിയില്ല, എന്തൊക്കെയാ കാണിക്കുന്നു, പ്രോപ്പർ ഒരു മോണിറ്ററിങ് ഇല്ല. അവിടെ ആ 10 പേരുള്ളിടത്ത് 5 പേരുടെ ആവശ്യമുള്ളൂ അവിടെ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് 5 പേരുടെ ശമ്പളം വെറുതെ കൊടുക്കുന്ന അയാൾ. അപ്പോൾ അതൊരു വലിയ ചോർച്ചയാണ്, അതും കാണാതെ പോകരുത്. അനാവശ്യമായിട്ട് എങ്ങനെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് സമയത്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക. കറക്റ്റ്. പിന്നെ ഉള്ള ഒരു വിഷയമാണ് ഈ ഫോളോ അപ്പ് ചെയ്യാത്ത അവസ്ഥ. ഇപ്പോൾ ക്ലയൻറ്റുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മെയിനായിട്ട് ക്ലയൻസുമായിട്ടാണ് ഫോളോ അപ്പ് ചെയ്യാത്തത്. ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കച്ചവടക്കാരൻ ഒരു കൊട്ടേഷൻ അയച്ചു. ഈ കൊട്ടേഷൻ അയച്ചു, അയാൾ അങ്ങനെ എല്ലാവർക്കും അയക്കും, പക്ഷെ ഫോളോ അപ്പ് ഒന്നും ചെയ്യത്തില്ല. അവർ വേണേൽ വിളിക്കട്ടെ എന്നുള്ള ഇതാണ്. പക്ഷെ മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, ഈ കൊട്ടേഷൻ അയച്ചാൽ കൂടാതെ അവരെ ചെന്ന് കണ്ട് അവർക്ക് എന്തൊക്കെയാണ് സംശയങ്ങളുള്ളതൊക്കെ നിവർത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ബിസിനസ് കിട്ടും. പലപ്പോഴും ബിസിനസ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ റേറ്റ് കൂടുതൽ കാരണമായിരിക്കില്ല, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടായിരിക്കാം. കൃത്യമായ ഫോളോ അപ്സ് വരാത്ത കാരണം ക്ലാരിറ്റി ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനിക്കും അങ്ങനെ തന്നെ, ഒരു വലിയൊരു കോൺട്രാക്റ്റ് ആയിരുന്നു, 3 million രൂപ കോൺട്രാക്ട് അവരയച്ചു, പക്ഷേ ഫോളോ അപ്പ് എടുത്തില്ല. അത് മിടുക്കന്മാർ വന്ന് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയി. അതെ കറക്റ്റ്. പക്ഷെ വില കാരണമല്ല പലപ്പോഴും നമുക്ക് ഈ കോൺട്രാക്ട് നഷ്ടപ്പെടുന്ന മൗനം കാരണമാണെന്നാണ്. ഇപ്പം ഈ മൗനം പ്രശ്നമാണ് ചിലപ്പം. ആവശ്യക്കാർ നമ്മളാകുമ്പോൾ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അല്ലേ, അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ റിസൾട്ട് കൊണ്ടുവരാം. അതെ. ഇപ്പം ഇത് ഉദാഹരണം പറഞ്ഞാൽ ഒരു വിത്ത് നട്ടു, അത് പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിന് വളരില്ല. അപ്പോൾ അന്ന് പറഞ്ഞ പോലെയാണ്, ഈ കൊട്ടേഷൻ കൊടുത്തു പിന്നെ അത് തിരിച്ചത് ബിസിനസ്സായി വരണമെങ്കിൽ അല്പം വെള്ളം കൊടുക്കണം, ആ ഫോളോ അപ്പ് നടത്തണം. കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. പക്ഷേ ഫോളോ അപ്പ് സൗജന്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മൾ പോയി നമ്മുടെ സമയം ചിലവുണ്ട്, പക്ഷേ വേറെ അധികം ചിലവൊന്നും വരുന്നില്ല അതിനകത്ത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ്. അത് തിരിച്ചറിയുന്ന ആൾ മിടുക്കനാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങൾ വിളിക്കാത്ത 3 ക്ലയൻറ്റുകളുടെ പേര് എഴുതുക, അവരെ നാളെ തന്നെ വിളിക്കുക. അപ്പോൾ അവർക്ക് എന്താ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഇതിൽ വരുമ്പോൾ പ്രേക്ഷകരോടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ ലഘുവായിട്ട് പലരും അവഗണിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് കൃത്യമായിട്ടത് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സാർ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വെച്ചൊരു എക്സാമ്പിൾ പോലെ തന്നെയാണ്. നമ്മളൊരു വിത്ത് നടുന്നത് പോലെ തന്നെയാണ്. നമ്മളതിൻ്റെ പുറകെ നിന്നല്ലേ, എവിടേക്കാണ് കുഴപ്പങ്ങളുള്ളത്, എവിടേക്കാണ് ലോസ് ഉള്ളത്, എവിടേക്കാണ് നമ്മൾ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ എല്ലാം ആനുപാതികമായി വരുമ്പോഴാണ് നമുക്ക് വലിയൊരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം പോരാ, അതിനെ കൺസിഡറേറ്റ് ചെയ്യേണ്ട എല്ലാ അല്ലേ വേണ്ട സമയത്ത് വേണ്ട ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കണം. ആവശ്യമില്ലാത്തടത്ത് കൂടുതൽ കൊടുക്കരുത്, കുറവ് കൊടുക്കരുത്, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കുക. അതെ. പിന്നെ ഫോളോ അപ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾക്കല്ല, ആളുകളെ നമ്മൾക്കാണ് ആവശ്യം എന്ന് പറയുന്നത് പോലെയാണ് അല്ലേ. നമ്മൾ ആളുകളിലേക്ക് ചെല്ലുകയും നമ്മുടെ ക്ലയൻസിനെ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യും, സ്ഥിരമായി നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ളതല്ല, ഒരു നിശ്ചിത അല്ലേ, അതെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സംശയം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക, ആ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ ബിസിനസ് നമ്മളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 ഇഷ്യൂസ് പറഞ്ഞു. ഇനി 4ാമത്തെ ഇഷ്യൂസ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമതല കൈമാറാത്തത്, അതായത് പ്രോപ്പറായിട്ടുള്ള ഡെലിഗേഷൻ ഇല്ലാത്തത്. ഇപ്പോൾ റാസൽ ഖൈമയുള്ള ഒരു ബിസിനസ്സുകാരൻ, അയാൾ ഓരോ ഇൻവോയ്സും ഓരോ ഡെലിവറി നോട്ടും അയാൾ തന്നെ ഒപ്പിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരാഴ്ച ആശുപത്രിയിലായി. അപ്പോൾ ഈ മൊത്തം കുളമായി. പിന്നെ അറിയാവുന്നൊരു ക്ലിനിക്കുണ്ട്, അവിടെ ഈ ഡോക്ടർ തന്നെയാണ് ഇൻവോയ്സ് കൊടുക്കുന്നതും പൈസ മേടിക്കുന്നതൊക്കെ. പക്ഷേ അവിടെ ഒരാളെ പുതുതായിട്ട് വെച്ചപ്പം ഡോക്ടർ കൂടുതൽ പേഷ്യൻസിനെ നോക്കാൻ സമയം കിട്ടി, അവിടുത്തെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് കൂടി. അപ്പം പ്രോപ്പറായിട്ട് ഡെലിഗേഷൻ നടത്താൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ മുതലാളി തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഡിവിഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ. അതെ റൈറ്റ്.
ഇപ്പോൾ ചില ആൾക്കാർ പിന്നെ ഓരോ ഡെലിവറി നോട്ട് ചിലർ ഞാൻ തന്നെ അത് മേൽനോട്ടം വഹിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. ചില അമ്മമാർ പിള്ളേരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലല്ലോ, അടുക്കള വൃത്തികേടാവും, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആദ്യമൊക്കെ പ്രശ്നമായിരിക്കാം, എങ്കിലും അത് ബാക്കിയുള്ളവരെ കൂടെ കയറാൻ സഹായിച്ചു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് അവിടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതെനിക്ക് തോന്നുന്നു എംപ്ലോയീസിന് കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അല്ലേ, അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണല്ലോ. എംപ്ലോയീസിന്റെ ജോലി അത് തന്നെയാണല്ലോ, യൂസ് ചെയ്യാന്ന് പറയുന്നില്ലെങ്കിലും അവരെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരുടെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാവരും എക്യുപ്ഡ് ആയിരിക്കുന്നതും ഒരു കമ്പനിയുടെ സക്സസിന് അല്ലേ. ക്രിക്കറ്റ് കളിയിൽ ഈ ക്യാപ്റ്റൻ അല്ലല്ലോ എല്ലാ ബോളും എറിയുന്നത് അല്ലല്ലോ, പക്ഷേ ക്യാപ്റ്റൻ ആ ടീമിൽ വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുക എന്നുള്ളതാണ് ആ ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത്. അപ്പം ചുമതല കൈമാറുന്ന ഒരു ദുർബലതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതിനെന്താ പറയുക, ഒരു ലീഡർഷിപ്പാണ് അത് ബേസിക്കലി. അല്ല, ആക്ച്വലി കൃത്യമായിട്ടുള്ള ഒരു ലീഡർക്ക് തന്റെ ടീമിലുള്ള ആരെ ഇന്നത് ഏൽപ്പിക്കാം അല്ലേ, അതിന് പറ്റണമല്ലോ, അതിനുള്ള ആളുകളെ സെലക്ട് ചെയ്യാനും അല്ലേ, അങ്ങനെ എടുത്തു വെക്കണം. അപ്പോൾ കൃത്യമായ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അത് അതിന്റെ ഒരു സ്ട്രെങ്ത് ആണ്, വീക്ക്നെസ് അല്ല അല്ലേ. അതൊരു ചൊല്ലുണ്ട്, യു ക്യാൻ ഡു എനിത്തിങ് ബട്ട് യു കനോട്ട് ഡു എവറിതിങ്. ഏതും ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ളൂ, സമയവും എല്ലാം അല്ലേ പരിമിതമാണല്ലോ. അതെ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ ഓഫീസിൽ തന്നെ നിങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ എംപ്ലോയീസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കൃത്യതയോടെ 80% കൃത്യതയോടെയെങ്കിലും ചെയ്യാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, ട്രെയിൻ ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ആ ബിസിനസ്സുകാരൻ്റെ എനർജി ലാഭിക്കാൻ പറ്റും. അയാൾക്ക് കൂടുതൽ സമയവും ബിസിനസ് എങ്ങനെ വലുതാക്കണം, അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ പ്രോഫിറ്റ് ഉള്ള ഏരിയയിലേക്ക് പോകണം എന്നുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അഞ്ചാമതൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ കാര്യമാണ്. ഇന്ന് 21ാം നൂറ്റാണ്ടും അല്ല, AI നൂറ്റാണ്ടാണ് ഇപ്പം. അപ്പോൾ ഇവിടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാതെ ഉള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മീൻ പിടിക്കുന്ന വല വേണം. ഈ വലയില്ലാതെ കൈകൊണ്ട് മീൻ പിടിച്ച് അങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. അപ്പം അങ്ങനെ AI ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഈ IT മേഖലകളിലുള്ള, അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക, എന്നിട്ട് വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം ഒരു അക്കൗണ്ട്സ് ആണെങ്കിൽ ERP കാര്യങ്ങളുണ്ട്, POS മെഷീൻസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, മാനുവലി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റും. ഡിജിറ്റൽ വേൾഡിനെ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ പറഞ്ഞ പോലെ ഓൾഡ് സ്കൂൾ തോട്ട് പ്രോസസ്സിൽ നിന്നൊക്കെ മാറിയിട്ട് അല്ലേ. കറക്റ്റ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ജബലയിലുള്ളതാണ്. അവരെല്ലാ ഇൻവെന്ററി എല്ലാം മാനുവലാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ വാറ്റിൻ്റെ ഓഡിറ്റ് വന്നപ്പം ഈ ബുക്കും ഇതൊന്നുമായിട്ടൊന്നും മാച്ചാവുന്നില്ല. കാരണം അതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നു, കുറേ ട്രാൻസാക്ഷൻ ഉള്ള കാരണം അവർക്ക് വലിയ ഫൈൻ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇതേ ഇൻഡസ്ട്രികളിലെല്ലാം ചെയ്യുന്നത് ERP ഉപയോഗിച്ച് സ്റ്റോക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും മിടുക്കന്മാരായി, ഇദ്ദേഹം പുറകിലായി. അതെ. ഇപ്പോൾ POS മെഷീൻ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും നല്ലൊരു ചില സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഒരാൾ, അദ്ദേഹത്തിന് ഒത്തിരി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, പല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം അയാളുടെ തലയിലായിരിക്കുന്നത്. അയാളൊന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു CRM പോലെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം ഓർക്കുന്ന മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ ഓർമ്മപ്പെടുത്താൻ ഒരു സിസ്റ്റത്തിന് പറ്റിയില്ല. അപ്പോൾ അയാൾക്ക് ക്ലയൻറ്റ് നഷ്ടപ്പെടും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അവിടെയും സാങ്കേതിക വിദ്യയ്ക്ക് നമുക്ക് ഒത്തിരി സഹായിക്കാൻ പറ്റും. അപ്പോൾ എനർജി പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ളതാണ്. ഇപ്പോൾ സാങ്കേതിക വിദ്യ പലരും ഒരു ചിലവായിട്ടാണ് കാണുന്നത്. ഒരു ERP വലിയൊരു ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചിലവായിട്ടാണ് കാണുന്നത്. പക്ഷേ ചിലവല്ലത്. ഇപ്പം ചില കമ്പനികളിലെ ഒരു 10 എംപ്ലോയീസിൻ്റെ ജോലി ഒരു ERPക്ക് ചെയ്യാൻ പറ്റും. ERPയുടെ കോസ്റ്റും 10 എംപ്ലോയിയുടെ ഒരു വർഷത്തെ സാലറി നോക്കി കഴിയുമ്പം അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിലവെന്നുള്ളത് ഈ മന്ദഗതി പോകുന്നതാണ്. കാരണം നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന എല്ലാ ഇതും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, എല്ലാ സാങ്കേതിക വിദ്യയും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഇന്നത്തെ രാത്രിയിൽ ഈ പ്രഷർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കമ്പനിയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റിയ ഏരിയാസ് ഉണ്ട്, എങ്ങനെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, അതിനുള്ള ഏരിയാസൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക, ടീം ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. ഭയങ്കര മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് അമിതമായി നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള എനർജികളെയാണ് സാർ അല്ലേ എനർജി എന്ന് പറയുന്ന ഒറ്റ ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അത് വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. അതെ, വലിയ ഒന്നാമത് നമ്മൾ പറഞ്ഞ വലിയ ട്രെൻഡുകളിൽ അല്ലെങ്കിൽ വലിയ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാത്ത എക്സ്പെൻസിൽ ചിലവ് ഉണ്ടാക്കാതിരിക്കുക, പിന്നെ ചെറിയ ചെറിയ ചോർച്ചകളെ അത് തടയുക, ഫോളോ അപ്പ് ചെയ്യുക, ചുമതല കൈമാറുക, പ്രോപ്പർ ഡെലിഗേഷൻ ഉണ്ടാക്കുക, സാങ്കേതികവിദ്യ യൂസ് ചെയ്യുക, കൈ കൊണ്ട് മീൻ പിടിക്കാതെ വല കൊണ്ട് മീൻ പിടിക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇപ്പോൾ ഒരു ബിസിനസ് മാനേജർ പറഞ്ഞ ഒരു കോട്ടും കൂടെ എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമുണ്ട്. അയാൾ പറഞ്ഞത്, ഐ ഡോണ്ട് ഫിയർ കോമ്പറ്റീഷൻ, ഐ ഫിയർ മൈ ഓൺ എനർജി ബീയിങ് വേസ്റ്റഡ്. അപ്പം അദ്ദേഹം വളരെ ആപ്റ്റായിട്ടാണ് അത് ഓരോരുത്തരും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ അർത്ഥമുണ്ട് അതിനകത്ത്. ഐ ഡോണ്ട് ഫിയർ കോമ്പറ്റീഷൻ, ഐ ഫിയർ മൈ ഓൺ എനർജി ബീയിങ് വേസ്റ്റഡ്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്ന ഏരിയാസൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനർജി ഫ്ലോസ് വെയർ അറ്റൻഷൻ ഗോസ്. അപ്പം അറ്റൻഷൻ പ്രോപ്പറായിട്ട് സ്ഥലങ്ങളിലേക്ക് മാറാൻ ഒരു പ്രചോദനമാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷൻ എന്ന് ആശംസിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളാണ്. അതിപ്പോൾ ബിസിനസ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, ഇനി അതല്ല നിങ്ങൾ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കേണ്ടുന്ന കുറച്ച് വിലപ്പെട്ട ഏരിയകൾ തന്നെയാണ് സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് എവിടെയൊക്കെയാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ഏരിയയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളെ അവഗണിക്കാതെ അതെങ്ങനെ പരിഹരിച്ചു പോകാൻ പറ്റും, എങ്ങനെ നമ്മൾ നമ്മളുടെ ക്ലയൻസിനെ ഡീൽ ചെയ്യണം, എങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ നമ്മൾ ജോബ് ഡിവിഷൻ ചെയ്യണം. ഒപ്പം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഡിജിറ്റൽ യുഗത്തിലാണ്. എങ്ങനെ നമ്മൾക്ക് ഈ സാങ്കേതിക വിദ്യകളെല്ലാം നമ്മളുടെ ബിസിനസ്സിന് പറ്റുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഏരിയകളാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സാർ പറഞ്ഞവസാനിപ്പിച്ചത്. അതെ, അപ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ സാർ കുറച്ച് ടാസ്ക് പറഞ്ഞിട്ടുണ്ട്, അതും ഈ പറയുന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാത്ത ഫോളോ അപ്പ് ചെയ്യാത്ത ക്ലയൻസ് ആരൊക്കെയാണ് എന്ന് ആലോചിക്കുക, അത് ഈ വരുന്ന ആഴ്ചകളിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഒപ്പം തന്നെ സാർ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു കാര്യം എന്താണ്, സാങ്കേതിക വിദ്യ എവിടേക്കാണ് നിങ്ങൾ സാങ്കേതിക വിദ്യ ഇപ്പോഴും ഉപയോഗിച്ച് തുടങ്ങാത്തത്, ഇപ്പോഴും മാനുവലി ആണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ, അങ്ങനെയുള്ള ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു വളരെ എക്സ്പേർട്ട് അഡ്വൈസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഗുഡ് നൈറ്റ്. അപ്പോൾ അതെ, അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ബിസിനസ് ടിപ്സുമായിട്ട് എക്സ്പേർട്ട് അഡ്വൈസുമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമസ്കാരം. താങ്ക് യു.